ഹായ്, ഇന്നത്തെ ഈ വീഡിയോയും ഇന്നത്തെ ദിവസവും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. കാരണം ഇന്ന് ഞങ്ങളുടെ 12ാം വിവാഹ വാർഷികമാണ്. ഇത്രയും വർഷം പരസ്പരം മനസ്സിലാക്കി പിണങ്ങാതെ ഇണങ്ങിയും സന്തോഷിച്ചും ജീവിക്കാൻ സഹായിച്ച ദൈവത്തോട് തന്നെ ആദ്യം നന്ദി പറയാമെന്ന് കരുതി നേരെ പോയത് തൃക്കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ തൊഴുതതിന് ശേഷം ക്ഷേത്രത്തെ വലം വെച്ച് നാഗരാജാവിൻ്റെ അവിടെയും പോയി നമ്മുടെ അയ്യപ്പസ്വാമീനെയും കണ്ടിട്ട് ഇനി നാലമ്പലത്തിനകത്തേക്ക് പോവുകയാണ്. സാക്ഷാൽ ഞങ്ങളുടെ 8 കരയ്ക്കും തമ്പുരാനായ ഞങ്ങളുടെ കൊല്ലംകാരുടെ സ്വന്തം തൃക്കടവൂറപ്പൻ സാക്ഷാൽ കൈലാസനാഥനെ കണ്ട് തൊഴുതിറങ്ങുകയാണ് കേട്ടോ. ദൈവം ഈ സന്തോഷം മാത്രമല്ല, ഞങ്ങൾക്ക് 2 സമ്മാനങ്ങൾ കൂടി തന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്വന്തം മഹേശ്വറും മീനാക്ഷിയും. ഞങ്ങളെ കാണുമ്പോഴേ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ലവ് മാരേജ് ആണോ എന്ന്. ഒരിക്കലുമല്ല, പക്ക അറേഞ്ച്ഡ് മാരേജാണ്. ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ വഴി വന്ന ആലോചനയാണ്. അപ്പോൾ ഈ ആലോചന വന്ന സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കല്യാണം ഇഷ്ടമല്ല, എനിക്ക് കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് അന്ന് കല്യാണം നടന്നത്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അന്ന് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ ഈ കല്യാണം നടത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമായി പോയേനെ അതെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ കിട്ടുക എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് മാത്രമല്ല, എൻ്റെ ഒരു ഇഷ്ടങ്ങൾക്കും പുള്ളി ഇതുവരെ എതിരെ നിന്നിട്ടില്ല. എനിക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം, ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോകാം, അതല്ല അഭിനയിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ പോവാം. എന്തും എൻ്റെ ഇഷ്ടത്തിന് തീരുമാനം എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം പുള്ളിക്കാരൻ എനിക്ക് തന്നിട്ടുണ്ട്. ഈ 12 വർഷം കൊണ്ട് ജീവിതത്തിലും രൂപത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ കല്യാണ ലെറ്ററാണ്. അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അന്ന് താലി കെട്ടിയ മഞ്ഞ ചരടുണ്ടല്ലോ, അതും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്.